ഹലോ ഗായ്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുകയാണ് റേസ്. ഗായ്സ് ബൈ ബുക്കോസ് ബിസ്റ്ററെ പെട്ടെന്ന് വാടാ. വരാൻ ഞാൻ പറയും, നിന്റെ അടുത്ത് വരാൻ നീ ഒന്നും പറയില്ലല്ലോ. ശരി വാ. ഗായ്സ്, ഞാൻ തന്നെ എല്ലാത്തിനും ഫസ്റ്റ് അടിക്കും. എന്തോ ഞാൻ അടിച്ചിരിക്കും ഫസ്റ്റ്. ഗായ്സ്, എന്നെ അങ്ങനെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല ഗായ്സ്. എന്തെന്ന് പറഞ്ഞിട്ടാ, ഞാനാണ് അൾട്രാ പ്രോ റേസർ. ഞാൻ ഫുള്ളും ചീറ്റിംഗ് ചെയ്താണ് ഗൈസ്. ഈ റേസ് ജയിക്കണം. രണ്ട് ആ കാണുന്ന റാമ്പില്ലേ, അത് ഞാൻ ചെയ്യൂല. അങ്ങനെ വെട്ടിച്ചെല്ലാത്തിനെ പോവും. അവര് പക്ഷെ ഇല്ലേ, ആ റാമ്പ് ചെയ്യും. പൊട്ടന്മാര് ആ റാമ്പ് ചെയ്താ ഇല്ലേ, അപ്പുറത്തെ ജില്ലയിൽ പോവും. പിന്നെ ഒരിക്കലും ഈ റേസിൽ ജയിക്കാൻ പറ്റൂല. ശരിയാ ഗൈസ്, അപ്പുറത്തെ ജില്ലയിൽ പോയിട്ട് കാര്യമില്ല. ഗൈസ്, ഞാൻ ഇപ്പൊ തന്നെ ഈ ഒരു റേസ് ജയിക്കും. ഞാൻ ഇപ്പൊ തന്നെ ഈ റേസിൽ ജയിക്കും. നോക്കിക്കോ ഗൈസ്, നോക്കിക്കോ, ഞാൻ ഒരുപാടെണ്ണം ജയിക്കും. എങ്ങനെയുണ്ട് ഗൈസ്? ഞാനില്ലേ ഒരു ബാക്ക് ഫ്ലിപ്പ് തന്നെ അടിച്ച്. പക്ഷെ സേഫ് ലാൻഡിങ് അല്ല, മിസ് ലാൻഡിങ് ആണത്. സേഫ് ലാൻഡിങ്ങും അല്ല, മിസ് ലാൻഡിങ്ങും അല്ല. ഇത് മിസ് ലാൻഡിങ് ആണ് ഗൈസ്. വാടാ, തോപ്പിക്കടാ. പേടിയാണോ? അയ്യേ ഗൈസ്, അതെ എൻ്റെ വണ്ടി ഇടിച്ചൊന്നും പറഞ്ഞിട്ടില്ലേ, ഞാൻ അങ്ങനെയൊന്നും വീക്ക് ആവൂല. വാടാ, എനിക്ക് അഹങ്കാരം വന്നില്ലേ, ഞാനേ അടിച്ചങ്ങോട്ട് പറത്തി വിടും. എന്താ ഗൈസ് അറിയാവോ? ഞാൻ അടിച്ച് പറത്തി വിടും അഹങ്കാരം കേറിയ. യെസ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞ്, ഞാൻ അഹങ്കാരം കയറിയ ഞാൻ അഹങ്കാരിച്ച് പറത്തി വിടും. എങ്ങനെയുണ്ട്? അപ്പം ജയിച്ചേ. എങ്ങനെയുണ്ടാ? എന്താ ഒന്നും പറയായില്ലേ? എന്തൊന്നും പറയായില്ലേ? പറയല്ലേ? പറ. എന്താ ബിസ്റ്ററെ? വരാൻ പറയുമ്പോ വരണം. ഗൈസ്, ഞാൻ രണ്ടാമത്തെ റേസിലെത്തി. അങ്ങനെ രണ്ടാമത്തെ റേസിലും കൂടെ വന്ന ഗൈസ്. ടോട്ടൽ 2 റേസാണ് ഞാൻ ജയിച്ചത് ഗൈസ്. എൻ്റെ ദൈവമേ ഗൈസ്, ഞാൻ രണ്ടാമത്തെ റേസിക്ക് ഉറപ്പായിട്ട് ജയിക്കും. നിങ്ങൾ നോക്കിക്കോ ഗൈസ്, ഞാൻ പുറത്ത് വിടും. 11 മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് ഗൈസ്. അതുകൊണ്ടില്ലേ ഇച്ചിരി നേരമൊക്കെ കാണേണ്ടി വരും കേട്ടോ. അമ്മേ, ഞാൻ വിട്ടുകൊടുക്കൂല. നില്ലടാ അവിടെ, ഞാൻ വിട്ടുകൊടുക്കൂല. അവന്മാരെന്റെ ഫ്രണ്ടിൽ കൂടെ പോയെന്ന് വിചാരിച്ചിട്ടില്ലേ, ഞാൻ എന്തിനു വിട്ടുകൊടുക്കാന്ന് വിചാരിച്ച? ഒരിക്കലും നെവർ ഗിവ് അപ്പ്. യെസ്, ഓക്കേ, നെവർ ഗിവ് അപ്പ്. കാണിച്ചിടാ ഗൈസ്, ഞാൻ എല്ലാത്തിനെയും കാണിച്ചിടാ. ഞാൻ എല്ലാത്തിനെയും നെവർ ഗിവ് അപ്പ്. കേൾപ്പോടാ, ഞാൻ ഇപ്പൊ കാണിച്ചു തരടാ ഞാൻ ആരാന്ന്. നെവർ ഗിവ് അപ്പ് ഗൈസ്, നെവർ ഗിവ് അപ്പ്. ഗൈസ്, നെവർ ഗിവ് അപ്പ് ആവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇത് മിക്കവാറും ഇല്ലേ ഗിവ് അപ്പ് ആവും, നെവർ ഗിവ് അപ്പ് അല്ല ഗൈസ്. ഇത് ഗിവ് അപ്പ് ആവേണ്ടി വരും ഗൈസ്. അല്ല ഗൈസ്, ഞാൻ അങ്ങനെയൊന്നും എത്തൂലോ. ഞാനല്ലേ 3ാം സ്ഥാനം ഇപ്പം. എന്നെ തോപ്പിക്കാനുണ്ടെങ്കിൽ വാടാ. എത്ര കടിക്കാ? വാടാ. ഓടിക്കോടാ. പൊസിഷൻ 1. ഓടിക്കോ, ഓടി മറിഞ്ഞോ. ഗൈസ്, ഇപ്പൊ തന്നെ 4 മിനിറ്റായി. എത്രയായി ഗൈസ്? അപ്പം ഞാൻ കാണിച്ചു തരാൻ ഗൈസ് എല്ലാത്തിനും. വാടാ, ഇപ്പൊ ഞാൻ കാണിച്ചു തരടാ ഗൈസ്. ഇത് എത്ര നേരം ഉണ്ടെന്ന് അറിയൂടെ. ഇത് 11 മിനിറ്റ്. യെസ് ഗൈസ്, ഞാൻ ജയിച്ചേ. എങ്ങനെയുണ്ടാ ഇപ്പൊ? മനസ്സിലായാടാ ഈ അപ്പു ഓരോന്ന്? ഈ അപ്പു ഓരോന്ന് മനസ്സിലായാടാ? പറടാ, ഈ അപ്പു ഓരോന്ന് ഇപ്പൊ മനസ്സിലായ? വില്യം ജോണേ, ഞാൻ ജയിച്ചു.
ഇനി മീറ്റിംഗ്. ഹോ, അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഹലോ അങ്ങനെ ഡോ അപ്പൊ വണ്ടി എടുക്ക്. സാർ ടോട്ടൽ എത്ര ഇതിലാണ് ജയിച്ചത്? എന്താ സാറേ? ഞാൻ ടോട്ടൽ 2 റേസിലാണ് ജയിച്ചത്. ബ്രില്യന്റ്. തെറ്റിപ്പോയി. ഏറ്റവും വലിയ ഏറ്റവും വലിയ പൈസക്കാരനായ ഒരു വലിയ ഒരു ആളാണ് ഫ്രാങ്ക്ലിൻ. ആരാന്നറിയാമോ ഗൈസ്? അതില്ലേ നമ്മളുടെ പ്രിയപ്പെട്ട റേസറാണ്. ആരെന്നറിയാമോ? അത് ഈ ലോകത്തിൽ ഇത്ര നാളും ഇല്ലേ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ $1000 ഉണ്ടാക്കി. എന്നിട്ട് ഇപ്പൊ എത്ര ഡോളറാണ് മേടിച്ചിരിക്കണേന്ന് അറിയാമോ? $10,000 മേടിച്ചിരിക്കുന്നത്. മൊത്തം കൂടെ ഒരുപാട് ഡോളറായി ആണ് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് പോരാട്ടങ്ങൾ. യെസ് ഗൈസ്, നോക്കിക്കോ. ഞാനേ ഒരു കാര്യം കാണിച്ചുതരാം. സാറേ അവസാനമായിട്ട് എന്തുവാ ചെയ്യാൻ പോണ? ഒരു ക്രൂരതയല്ലേ? എന്തെന്ന് പറഞ്ഞല്ലേ, ഞാൻ ഇവിടുത്തെ പ്ലെയിൻ അങ്ങോട്ട് കത്തിക്കും. സാറേ അത് വേണോ? വേണം. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എങ്ങനെ ഞാൻ കാണിച്ചു തരട്ടാ? ഇനി കാണിച്ചു തരാം ഞാൻ. യെസ് ഗൈസ്, അപ്പം ഞാനിനി എൻ്റെ പ്ലെയിൻ കത്തിക്കണ ഇത് കാണിക്കാൻ പോവുക. പക്ഷേ ഇല്ലേ, അത് ആ പ്ലെയിനിൻ്റെ എത്തിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. എനിക്ക് അടുത്ത് എത്താതെ ഒരു മൂടില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ അടുത്തെത്തും. ഞാൻ ഓടിയെത്തും ഗൈസ്. യെസ് ഗൈസ്, ഞാൻ ഓടിയെത്തി. ഗൈസ്, നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം പിന്നെ വേറെ ഒരു കാര്യം കൂടെ, എൻ്റെ വീഡിയോ ഇല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇല്ലേ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇല്ലേ ലൈക്കും ചെയ്ത് കാണുക. പിന്നെ ബെല്ലൈക്ക് ചെയ്യാതെ കാണുവാണെങ്കിൽ ബെല്ലൈക്കും ചെയ്യുക. പിന്നെ ഇല്ലേ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അതാണ് സബ്സ്ക്രൈബേഴ്സ്. യെസ് ഗൈസ്, അപ്പം ഞാൻ ഈ പ്ലെയിനെ പൊട്ടിച്ചിരിക്കണു. യെസ്, ഡ്യൂപ്ലിക്കേറ്റിനെ പൊട്ടിക്കണോ ഗൈസ്? അത് പൊട്ടിക്കണ്ട, നല്ലതല്ല. അത് വേണ്ട ഗൈസ്, അത് പൊട്ടിക്കണ്ട. വാ, ഈ പ്ലെയിനെ തന്നെ ഇനി ഒരുപാട് വട്ടം കടന്ന് പൊട്ടിച്ചതിന് ഇനി ഞാൻ ചെറിയ പ്ലെയിനിൽ കയറി പോട്ടാ. എനിക്ക് ദുബായിൽ പോകണം. ദുബായിൽ ഞാൻ ഇനി എപ്പോൾ പോകും? ഞാൻ ആകാശത്തില്ലേ 3 വെടി പൊട്ടിക്കട്ടെ. 1 2 3. 3 എന്ത് വിടാത്ത 3. യെസ് ഗൈസ്, ഇനി 4 ഞാൻ വിടുമായിരിക്കും കേട്ടോ. ആദ്യം ഫുള്ള് ഞാൻ ഇവിടെ ബോംബ് നിറക്കട്ടെ. എന്നിട്ടില്ലേ ഞാൻ സ്ഫോടനം അങ്ങോട്ട് പൊട്ടിക്കും. നോക്കിക്കോ ഗൈസ്, ഞാൻ ബോംബില്ലേ ഒരു വലിയ ഒരു ഇതിലാണ് ഞാൻ ചെയ്യാൻ പോണത്. ബോംബില്ലേ ഒരു വലിയ വീട് കണക്ക് ഞാൻ വെക്കും. നോക്കിക്കോ ഗൈസ്. അതിനൊരു മൈൻക്രാഫ്റ്റ് അല്ലല്ലേ ഇത്? വെക്കാൻ നോക്കാം ഗൈസ്. ഞാനില്ലേ ഒരു വീട് ആയിട്ടല്ല വെക്കാൻ പോണത്. ഞാനില്ലേ വെക്കാൻ പോണ എന്തുവന്ന് വെച്ചില്ലേ എന്തെങ്കിലും ഒരു സാധനം. അതാണ് ഗൈസ്, എന്തെങ്കിലും ഒരു സാധനം ഞാൻ ഉണ്ടാക്കും. വീടല്ല ഗൈസ്, അത് ഉറപ്പല്ല. വീടല്ല ഗൈസ്. അങ്ങനെ ഞാൻ ബോംബ് ഉണ്ടാക്കി ഞാൻ ഒരുപാട് ക്ഷീണിച്ചു ഗൈസ്. എനിക്ക് അറിഞ്ഞൂടാ, എന്നൊന്നും അറിഞ്ഞൂടാ ഗൈസ്. ബോംബ് ഇറങ്ങി എൻ്റെ കൈ ഫുള്ളും പോയി ഗൈസ്. എൻ്റെ കൈ ഇപ്പോൾ കോച്ചുവാദം പിടിച്ചിരിക്കുവാണ്. കോച്ചുവാദം എങ്ങനെ ഗൈസ് പിടിക്കണം എനിക്ക് അറിഞ്ഞൂടാ. കോച്ചുവാദം എന്ത് സാധനമാണ്? കയ്യിൽ കോച്ച് പിടിച്ച് കോച്ചുവാദമാവോ ഗൈസ്? എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. എന്തെന്ന് പറയട്ടാ, ഞാൻ ഇപ്പോൾ വീടിൻ്റെ പകുതി ഉണ്ടാക്കി ഗൈസ്. എന്തെന്ന് അറിഞ്ഞൂടെ, ഇത് വീടാണെന്നേ കണ്ടാൽ പറയൂല.
ആദ്യത്തെ 2 ഷോട്ട് ഞാൻ കട്ട് ചെയ്ത് എന്തെന്ന് അറിയാമോ? അത് നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തെന്ന് പറയട്ടാ, ഇതില്ലേ ഞാൻ ഇപ്പം ചെയ്യണത് വേറെ ഒരു ഇതിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്ക് അത് ഇല്ലേ കാണാൻ പറ്റൂല ചിലപ്പോൾ വീഡിയോയിൽ. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ ഇല്ലേ എൻ്റെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യൂ. എൻ്റെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം 151 പിന്നെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇല്ലേ 9.9K വ്യൂസാണ് ഗൈസ്. 9.9K. ഇനി ഉടനെ തന്നെ 10K ആക്കണം ഗൈസ്. എത്രയോ 151 പേര് കാണണം ഗൈസ്. എത്രയോ കാണണം, അതാണ് ഗൈസ്. ഞാൻ ഇല്ലേ ഇത്രയും വരെ ഉണ്ടാക്കി. അല്ല ഇതല്ല, ഞാൻ ഒരുപാട് ഉണ്ടാക്കി. ഇതേണ്ട ആ കാണുന്ന ദരിദ്രരായ ഇത് എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാമോ? ഉണ്ടാക്കി ഞാൻ ഒരു പാമ്പിനെ ഉണ്ടാക്കി. എന്തിടെ ഇതിനെ പാമ്പെന്ന് പോലെ പറയാൻ പറ്റൂല. എനിക്ക് തന്നെ സ്വന്തമായിട്ട് എന്തിനോ വരണം. കണ്ടിട്ട് വെറുപ്പ് തോന്നുന്നില്ല ഗൈസ്. എനിക്കും തോന്നണം കേട്ടാ ഗൈസ്. നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയ്ക്ക് ഇല്ലേ ഇന്നത്തെ ടാർഗറ്റ് ലൈക്കില്ലേ, ഇന്നത്തെ ലൈക്കിൻ്റെ ടാർഗറ്റ് ഇല്ലേ 1K ആണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ 1K ചെയ്ത് ഇല്ലേ ചെയ്യണം. ഒരുപാട് പേരില്ലേ എൻ്റെ വീഡിയോസിനൊന്നും ഒട്ടും ലൈക്കും കൊടുക്കണില്ല, ഒന്നും ചെയ്യണില്ല. അപ്പോൾ അതുവരെ നിങ്ങൾ ചെയ്യണം ഗൈസ്. ഇനി ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഒരു വലിയ സ്ഫോടനം നടക്കും, നോക്കിക്കോ. ഇതുവരെ വീഡിയോ അവസാനിക്കും ഗൈസ്. അപ്പം ബൈ. 3, 2, 1 ഗോ. ബൈ.